ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ് വണ്ടി നമ്മൾ വർക്കിന് പറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസായിട്ട് എൻ്റെ ജനറൽ സർവീസ് അതിനകത്ത് പിക്കപ്പ് കുറവ് പറയുന്നുണ്ട്. എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറണം. മൈലേജ് കുറവാണ്. അത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞാണ് വർക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വർക്കിന് കയറ്റി അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈൻഡർ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ബ്രേക്ക് കമ്പനി ലൈൻഡർ കിടക്കണം, ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡർ തന്നെ കിടക്കുന്നത്. അപ്പോൾ ബ്രേക്ക് നമുക്കൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. അതേപോലെ ബാക്ക് വീല് പിടിപ്പിക്കുന്നത് ഈ ഒരു ഷാഫ്റ്റുമാണ്. അതിൻ്റെ ബെയറിങ്ങിൻ്റെ പ്ലേ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഗിയറിനകത്ത് ഗിയർ ബോക്സിൽ വന്ന ഓയിൽ നോക്കിയായിരുന്നു, നല്ല ഓയിലാണ് കേട്ടോ. പിന്നെ ബാക്ക് ബ്രേക്ക് ഹബിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്ത് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ടയർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ എയർ ഫിൽറ്റർ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. കമ്പനി ഫിൽറ്ററൊന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റ് കിടക്കണേ. വലിയ പഴക്കമൊന്നും ആയിട്ടില്ല. അപ്പോൾ തൽക്കാലം എയർ അടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. പിന്നീട് മാറ്റിയിടുമ്പോൾ കമ്പനി ഒറിജിനൽ ഇടാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ ക്ലച്ച് ഭാഗം അഴിച്ചിട്ടുണ്ട്. ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിക്കണമെന്ന് വെച്ചാൽ ക്ലച്ച് CVT ക്ലച്ചാണ്. മാനുവലായിട്ട് നമ്മൾ അഴിച്ച് ഗ്രീസിങ്ങാണ് നമുക്ക് ചെയ്യേണ്ടി വരാം. അതിന് വേണ്ടി അഴിച്ചാണ് കേട്ടോ. അപ്പോൾ ബെൽറ്റ് നോക്കുമ്പോൾ കമ്പനി ബെൽറ്റാണ് കിടക്കുന്നത്. വേറെ ചെറിയൊരു ക്രാക്ക് തുടങ്ങിയിട്ടുണ്ട് എന്നിരുന്നിട്ട് തീരെ ഉപയോഗിക്കാൻ പറ്റാത്ത കണ്ടീഷനിലേക്കൊന്നും ആയിട്ടില്ല. ചെറിയൊരു പൊട്ടലുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇത് രണ്ടും തേമാനം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ വേരിയേറ്റർ ബോഡിയും ബോസ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് യൂണിറ്റ് അത്യാവശ്യം ഷെയ്ക്ക് ഉണ്ട് ചെറുതായിട്ട്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു പിക്കപ്പിലോ കാണിക്കും, അതിൻ്റെ ഒരു വലിയ കുറവ് ചെറുതായിട്ട് കാണിക്കും. പക്ഷേ ഈ വണ്ടിക്ക് അത് മാത്രമല്ല, എഞ്ചിൻ ഓയിലൊക്കെ തീരെ ഉണ്ടായില്ല. അപ്പോൾ അതിൻ്റെയും പ്രശ്നങ്ങളുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ മാറ്റിയിടാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. വേരിയേറ്റർ ബോഡിയും ബോസ് ഡ്രൈവും മാറ്റിയിടാം. അതല്ലെങ്കിൽ നെക്സ്റ്റ് നമുക്ക് അടുത്ത സർവീസിലായാലും മാറ്റിയാൽ മതി. പക്ഷേ ഇത് അടുത്ത സർവീസൊക്കെ ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ സൗണ്ട് കാര്യങ്ങൾ നല്ല രീതിയിൽ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ മാറ്റുന്നതായിരിക്കും കുറേ കൂടി നല്ലത് കേട്ടോ. പിന്നെ അതിൻ്റെ ബെൻഡെക്സ് യൂണിറ്റ്, ബെൻഡെക്സ് വർക്കിംഗ് പ്രോപ്പറായിട്ട് വർക്കിംഗ് അല്ല, ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. തൽക്കാലം ഓടിക്കോളും, പക്ഷേ വലിയ താമസമില്ലാണ്ട് ഈ ബെൻഡെക്സിൻ്റെ ഭാഗവും ഈ യൂണിറ്റും മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ. പിന്നെ ക്ലച്ച് യൂണിറ്റ് ഒന്ന് വെച്ച് ഗ്രീസ് ചെയ്തിടുന്നുണ്ട്. എൻജിൻ ഹെഡിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് വേറെ പറയത്തക്ക ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. ചോക്കിൻ്റെ കേബിൾ, ആക്സിലേറ്റർ കേബിളൊക്കെ നോക്കിയാൽ ആക്സിലേറ്റർ കേബിൾ ചെറിയൊരു ടൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരുപാട് ബലം പിടിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട് ആക്സിലേറ്റർ കേബിൾ നമുക്ക് ആക്സിലേറ്റർ കൊടുക്കുന്നത്. അപ്പോൾ അത് ശരിക്കും ആക്സിലേറ്റർ കേബിളൊന്ന് മാറ്റിയിടണം നല്ലതാണ്. അപ്പോൾ അത് നമുക്ക് നോക്കാം, നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് ഫീൽ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. കുറേ കൂടി ഓടുന്തോറും ഇനി ആക്സിലേറ്റർ റൈസായിട്ട് നിൽക്കാൻ തുടങ്ങും. അപ്പോൾ പറ്റുമെങ്കിൽ അത് മാറ്റി കളയണമായിരിക്കും ബെറ്റർ കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ എസ്റ്റിമേറ്റിനകത്ത് ആക്സിലേറ്റർ കേബിൾ ഉൾപ്പെടുത്തിയേക്കാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് പറഞ്ഞാൽ മതി. പിന്നെ കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻറ്റ് നമ്മൾ ഓടിക്കുമ്പോൾ മിസ്സിങ് പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നിലവിൽ കാർബറേറ്ററിൻ്റെ ഭാഗം തൊടാതിരിക്കണമായിരിക്കും നല്ലത് കേട്ടോ. മൈലേജ് ഷോട്ട് വരാൻ പല കാരണങ്ങളുണ്ട്. കാർബറേറ്ററും ഈ പറഞ്ഞ രീതിക്കടെ അതിനൊരു കാരണമൊക്കെയാണ്. പക്ഷേ ഇതിനകത്ത് ഓയിൽ ലെവലൊന്നും ഇല്ല കേട്ടോ. ഓയിലാകെ ലെവൽ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എഞ്ചിൻ ഓയിൽ നമ്മളിപ്പോൾ തൽക്കാലം അപ്പോൾ അത് ഈ ഓയിൽ ലെവൽ കുറഞ്ഞു വിടുമ്പോൾ സ്വാഭാവികമായിട്ടും എഞ്ചിന് പിടുത്തം കൂടുതലായിരിക്കും. അപ്പോൾ അതിൻ്റെ ആ വഴിക്ക് മൈലേജ് ഷോട്ട് വ്യത്യാസം വരും. ഇത് അതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ചെയ്താൽ മതി. മൈലേജിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്താൽ മതി. പിന്നെ ഇപ്പോൾ അതിൻ്റെ ഈ എൻജിൻ കേസിൻ്റെ ത്രെഡ് കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ട് ഓവർ സൈസ് ബോൾട്ടൊക്കെയാണ് ഇട്ടേക്കണേ. തൽക്കാലം കുഴപ്പമൊന്നുമില്ല, കിടക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് അതിൻ്റെ ഈ സ്പാർക്ക് പ്ലഗും കൂടി ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതാണ്. പക്ഷേ അത് നല്ല രീതിയിൽ ടൈറ്റ് കാണിച്ചിരിക്കുകയാണ്, ഫുൾ ടൈറ്റാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് ബലം പിടിച്ച് അഴിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒടിഞ്ഞിരിക്കും. ഇത് അവിടെയാണ് അതിൻ്റെ പ്ലഗ് വരാതെ ഇരിക്കുന്നതാണ് പ്ലഗ് ഇതാ കാണുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മളിപ്പോൾ അഴിക്കാൻ നോക്കുമ്പോൾ നോർമൽ രീതിയിൽ അഴിക്കാൻ കിട്ടുന്നില്ല, നല്ല രീതിയിൽ ടൈറ്റ് ഉണ്ട്. അപ്പോൾ ഒരുപാട് ബലം പിടിച്ച് നമ്മൾ തട്ടിയൊക്കെ അഴിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പ്ലഗ് ഒടിഞ്ഞിരിക്കും. പിന്നെ നമ്മളത് അഴിച്ച് ക്ലിയർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ തൽക്കാലം ആ രീതിയിൽ തന്നെ നിർത്തിയിട്ട് നമുക്ക് ബാക്കിയത്തെ ഭാഗം ക്ലിയർ ചെയ്തിട്ട് ഉപയോഗിക്കാം. സ്റ്റാർട്ടിങ് സംബന്ധമായിട്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ് കാണിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ നമുക്ക് പ്ലഗ് അഴിക്കാണ്ട് മാറുകയില്ല. അപ്പോൾ ട്രൈ ചെയ്യേണ്ടതായിരിക്കും നല്ലത്. കാരണം അത് ഒടിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഞ്ചിൻ വണ്ടിമേൽ നിന്ന് ഇറക്കേണ്ടി വരും. അഴിച്ച് വെൽഡ് ചെയ്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ലേത്തി കൊടുത്തൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൻ്റേതായുള്ള താമസം വരും. അപ്പോൾ തൽക്കാലം ഇപ്പോൾ ഇങ്ങനെ ഉടനെ പ്രശ്നമില്ല, അങ്ങനെ ഉപയോഗിക്കാം. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബുഷുകളൊക്കെ നമ്മളൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാനുണ്ട്. ബ്രേക്ക് ലൈൻഡർ നമ്മൾ ചെക്ക് ചെയ്തു, കമ്പനി ലൈൻഡർ കിടക്കുന്നത്. തൽക്കാലം നമുക്കത് ബ്രേക്ക് നമുക്കൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. ബാറ്ററി നമ്മൾ നോക്കുമ്പോൾ പുതിയ ബാറ്ററി ഇരിക്കുന്നുണ്ട്. 2025 ബാറ്ററിയാണ്. വോൾട്ട് കാര്യങ്ങളൊക്കെ നോക്കി വോൾട്ടൊക്കെ മാക്സിമം കിട്ടുന്നുണ്ട്. 13.15 വരെയൊക്കെ ഉണ്ട്. പിന്നെ ഫ്രണ്ടിലത്തെ വീൽ ബെയറിങ്ങിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. റിമ്മിൻ്റെ അവസ്ഥ മോശമാണ്. ഇവിടെയൊക്കെ തുരുമ്പിട്ട് ഓട്ടയായിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട് റിമ്മിൻ്റെ കേസ് അതൊന്നും ശ്രദ്ധിച്ചോളാം. ബാക്കിയത്തെ നമ്മളിപ്പോൾ അത്യാവശ്യം വേണ്ട ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ പ്രിപ്പയർ ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടോളൂ. നമ്മളതനുസരിച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. അതിനകത്ത് നിലവിൽ പ്ലഗിൻ്റെ അങ്ങനെ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് നമ്മൾ തൽക്കാലം പ്ലഗ് അഴിക്കുന്നില്ല. എയർ ഫിൽറ്ററിൽ നിന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ ബാക്കിയത്തെ ട്യൂണിങ്, കാർബറേറ്റർ ട്യൂണിങ് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് തരാം. അതിന് ശേഷം ഉപയോഗിച്ച് നോക്കാം. തീരെ മൈലേജ് കുറവാണെങ്കിൽ നമുക്ക് വേറെ മാർഗ്ഗമില്ല, നമുക്ക് പ്ലഗ് എന്തെങ്കിലും അഴിക്കണം. പ്ലഗും കാർബറേറ്ററും അഴിക്കണം. കാർബറേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടത്. കാർബറേറ്റർ അഴിക്കാൻ നമ്മളിപ്പോൾ മടി പറയണതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് E20 എന്ന് പറയുന്ന പെട്രോളാണ്. എത്തനോളാണ് 20%. അപ്പോൾ അത് നമ്മുടെ ഈ അലുമിനിയം ബോഡിയായിട്ട് ബന്ധപ്പെട്ട് വരും. അതായത് ഈ കാർബറേറ്റർ എന്ന് പറയുന്നത് അലുമിനിയമാണ്.
അപ്പോൾ അലുമിനിയമായിട്ട് കെമിക്കൽ റിയാക്ഷൻസ് വന്നിട്ട് ചില കേസിലൊക്കെ അത് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുമ്പോൾ പെട്രോൾ ഓവർഫ്ലോ എന്നൊരു കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ കാർബറേറ്റർ അസംബ്ലി മാറ്റി വയ്ക്കാനാണ് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അഴിക്കേണ്ട, നോക്കിയിട്ട് തീരെ പറ്റില്ലെങ്കിൽ മാത്രം അഴിച്ചാൽ മതി എന്ന് പറഞ്ഞതിൻ്റെ കേസ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ബാക്കിയത്തെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ഞാൻ ഇടാം. അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്തോളൂ. നമ്മളതിനകത്ത് എസ്റ്റിമേറ്റിനകത്ത് ഈ വീലും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. ഈ വീലും ഈ ഒരു ഐറ്റം കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. അതേപോലെ തന്നെ ബെൻഡെക്സും ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വേണ്ടാന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. നമുക്ക് തൽക്കാലം ഇതിപ്പോൾ ഈ വീലും ഇതും ഈ ബോസ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റും നെക്സ്റ്റ് സർവീസ് വരെ ഇപ്പോൾ കടന്ന് ഓടണതിനെ കുറിച്ച് ചോദിച്ചു. പക്ഷേ അടുത്ത സർവീസൊക്കെ ആകുമ്പോഴത്തേക്കും സൗണ്ട് നല്ല രീതിയിൽ കൂടുതലും വലിയ വ്യത്യാസമൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെയാണ് ഈ ബെൻഡെക്സിൻ്റെ കേസും. ബെൻഡെക്സ് എപ്പോൾ വേണമെങ്കിലും ഫെയിൽഡ് ആവാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു അവസ്ഥയിലാണ് ബെൻഡെക്സ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ. വീഡിയോ കണ്ടതിന് ശേഷം പെർമിഷൻ തരാണെങ്കിൽ മാത്രം നമ്മൾ എന്തെങ്കിലും മാറ്റുള്ളൂ. കംപ്ലയിൻ്റ് ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ എന്തെങ്കിലും നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടുള്ളൂ. അതനുസരിച്ച് നമുക്ക് ചെയ്യാം. പിന്നെ എഞ്ചിൻ ഓയിൽ ഇപ്പോൾ ലെവൽ വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കേസ് എന്ന് വെച്ചാൽ ഇപ്പോൾ എഞ്ചിൻ ഓയിലൊക്കെ നമ്മളിപ്പോൾ മാറ്റി ഇപ്പോൾ സർവീസൊക്കെ ചെയ്ത് തന്നതിന് ശേഷം നമ്മൾ വണ്ടി ഉപയോഗിക്കാം. അതിനുശേഷം ഒരു മാസമോ അല്ലെങ്കിൽ 1000 കിലോമീറ്ററോ അപ്പോൾ ഏതാദ്യം എന്നെന്ന് വെച്ചാൽ നോക്കാം. അത്യാവശ്യം ഓടി കഴിഞ്ഞാൽ വന്നിട്ട് ഓയിൽ ലെവൽ നമ്മൾ വീണ്ടും ചെക്ക് ചെയ്യണം. അപ്പോൾ ഒരു 1000 കിലോമീറ്ററിനുള്ളിലൊക്കെ ഒരു 100-200 മില്ലിയിൽ കൂടുതലൊക്കെ കുറയുകയാണെങ്കിൽ അത് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അതും ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ അത്യാവശ്യം ഗൗരവത്തിലെടുക്കേണ്ട കേസാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ചെക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചോണം കേട്ടോ. ഓക്കെ.